നമസ്കാരം. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പവർ കണ്ടു. ഇന്നലെ കരുനാഗപ്പള്ളിയിൽ നടന്ന ഞെട്ടിക്കുന്ന കൊലപാതകം. അലുവ അതുൽ എന്ന വ്യക്തിയെ സിനിമാ സ്റ്റൈൽ മോഡലിൽ ഗുണ്ടാപ്പകയുടെ പേരിൽ ദേശീയപാതയ്ക്ക് സമീപമിട്ട് വെട്ടിക്കൊല്ലുന്ന ഞെട്ടിക്കുന്ന സംഭവം. ജിം സന്തോഷ് വധക്കേസ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോകുന്ന സന്ദർഭത്തിൽ മറ്റൊരു സംഘടന ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പകപോക്കലാണെന്ന് മറ്റൊരിടത്ത് പറയപ്പെടുന്നുണ്ട്. ആ കൊലപാതക ദൃശ്യം നാടിനെ ഞെട്ടിച്ചു. രായ്ക്ക് രാമാനം, അതായത് ഇരുട്ടി വെളുക്കുന്നതിന് മുന്നോടിയായിട്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പവർ കൊണ്ട് ആ പ്രതികളെയെല്ലാം തൂക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് കണ്ടേ. നാല് പ്രതികളെ മുണ്ടക്കയത്ത് നിന്ന് പിടിച്ചതിന്റെ ദൃശ്യമാണ്. പോലീസും നാട്ടുകാരും ചേർന്ന് ഇവർ ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം വാഹനം മാറി ഈ സ്റ്റേറ്റ് വിട്ടു പോകാനുള്ള പരിപാടിയായിരുന്നു. അതിനെയാണ് മുണ്ടക്കയത്ത് വെച്ച് പോലീസ് ഇവരെ ചേസ് ചെയ്ത് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രൈം നടക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നാലും അതൊരു സ്വാഭാവികമാണ്. ഏതെങ്കിലും ഒരു വ്യക്തികൾ ഗൂഢാലോചന നടത്തി ഒരാളെ കൊല്ലണമെന്ന് കരുതിയാൽ ലോകത്തെവിടെയും അത് സംഭവിച്ചെന്നിരിക്കും. ആ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ആ വിഷയത്തിൽ പോലീസ് പ്രതികരിക്കുന്നത്, അതിനെ നയിക്കുന്ന മന്ത്രിയുടെ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ പ്രതികളെ കിട്ടിയില്ലെങ്കിൽ മാത്രം ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേട് എന്ന രീതിയിൽ ആഘോഷിക്കപ്പെട്ടേനെ. ഇതിപ്പോ പ്രതിയെ പിടിച്ചതുകൊണ്ട് പോലീസിന്റെ മികവായിട്ടായിരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത്. കാര്യം എന്ത് സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മുഴുവൻ മന്ത്രിയുടെ തലയിലും പോസിറ്റീവ് എല്ലാം ഉദ്യോഗസ്ഥർക്കുമാണല്ലോ നമ്മുടെ മാധ്യമങ്ങളും ഇവിടത്തെ പൊതുബോധ നിർമ്മിതിക്കാരും എഴുതി ചാർത്തി കൊടുക്കാറുള്ളതും. അപ്പോൾ ഒരു സംഭവവികാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ എങ്ങനെയാണ് ക്രമസമാധാന പാലനം കൃത്യമായി നടക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഒരു ഗുണ്ടാപ്പകയുടെ പേരിൽ ഒരാളെ പട്ടാപ്പകൽ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം, അതും പബ്ലിക്കിലിട്ടിട്ട്. ആ സംഭവം ഉണ്ടായി രാത്രി വെളുക്കുന്നതിന് മുന്നോടിയായിട്ട് രക്ഷപ്പെടാൻ പോയ പ്രതികളെ ചേസ് ചെയ്ത് പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പൊക്കെ എത്ര മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. 10 വർഷം കൊണ്ട് എന്ത് മാറ്റം എന്നതിനൊരു ഉദാഹരണം കൂടിയാണ് ഇന്നലെ അലുവ അതിൻ്റെ കൊലപാതകത്തിന് ശേഷം ആ പ്രതികളെ പോലീസ് പിടികൂടുന്ന ആ കാഴ്ച. ഇവരെ കണ്ടെത്താൻ വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ, അതായത് ഹരിയാന രജിസ്റ്റേർഡ് ഇന്നോവ കാറിലാണ് വന്ന് ഇവർ കൃത്യം നടത്തിയത്. ഒടുവിൽ മറ്റൊരു സ്വിഫ്റ്റ് കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് പോലീസ് പിടികൂടുന്നത്. എത്ര കൃത്യമായിട്ടാണ് ഇവരെ ഫോളോ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവർ സ്റ്റേറ്റ് വിട്ടു പോകാനുള്ള പരിശ്രമത്തെ വിദഗ്ധമായിട്ട് തടഞ്ഞുകൊണ്ട് ആ പ്രതികളെ പിടിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിന്റെ പോലീസുകാർ ഒരു വിഷയമുണ്ടായാൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ആ നിലയിലേക്ക് അവരെ മാറ്റിയെടുക്കാനായിട്ട് 10 വർഷത്തെ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. അതുൽ വധക്കേസുമായി ബന്ധപ്പെട്ട് ആ കേസിലെ പ്രതികൾ അറസ്റ്റിലായ മണിക്കൂറുകളുടെ ദൈർഘ്യമെന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ്.